തൃശൂരിൽ സ്ത്രീവേഷം കെട്ടിയെത്തി യുവതിയെ കൊല്ലാൻ ശ്രമം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവും സംഘവും അറസ്റ്റിലായി. ഇടുക്കി തൊടുപുഴ സ്വദേശിയായ പ്രസാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീവേഷം കെട്ടി ഗുരുവായൂരിൽ പണപ്പിരിവ് നടത്തിയിരുന്ന ഇയാളുടെ സുഹൃത്ത് ആദർശിനെയും ടെമ്പിൾ പോലീസ് പിടികൂടുകയായിരുന്നു. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, അല്പനേരം മുമ്പ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഇതിൻ്റെ ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഈ അഞ്ചംഗ സംഘം ആൾമാറാട്ടം നടത്തുകയും യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പോലീസും ഈ പരാതിക്കാരിയായ യുവതിയും പറയുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ ലഹരി മരുന്ന് കച്ചവടം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇടുക്കി സ്വദേശിയായിട്ടുള്ള പ്രസാദാണ് ഈ കേസിലെ പ്രധാന പ്രതി. പ്രസാദ് തൊടുപുഴ സ്വദേശിനിയായി തന്നെയുള്ള മറ്റൊരു യുവതിയുമായി പരിചയത്തിലാവുകയും തൃശ്ശൂരിൽ വെച്ച് ഒരു സ്പാ നടത്തിപ്പിൽ കേന്ദ്രത്തിൽ എത്തി പരിചയത്തിലായ യുവതിയുമായി അടുപ്പത്തിലാവുകയും പിന്നീട് ഇയാൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഈ സ്ത്രീ മനസ്സിലാക്കിയതോടുകൂടി ഈ പ്രസാദുമായി അകലുകയും ഇതേ ചൊല്ലി രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും മറ്റും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തൃശ്ശൂരിൽ താമസമാക്കിയ യുവതി ഇയാളെ കാണാതെ ഇയാൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഗുരുവായൂരിലേക്ക് മാറി ഒരു ഫ്ളാറ്റിൽ താമസമാക്കുകയായിരുന്നു. ഈ യുവതിയെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രസാദും സുഹൃത്തായ ആദർശും മറ്റ് 3 പേർ, ഇവരെല്ലാവരും തന്നെ വിവിധ കേസുകളിൽ പ്രതികളാണ്, ബിനീഷ്, ഷാഹിദ് അലി, സ്റ്റീഫൻ തുടങ്ങിയ 5 അംഗ സംഘം ഗുരുവായൂരിലെത്തുന്നത്. ഗുരുവായൂരിൽ ആളുകൾ കുടുംബസമേതം താമസിക്കുന്ന ഫ്ളാറ്റിൽ ഒരു പുരുഷൻ എന്നുള്ളതിൽ ഈ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതേ തുടർന്ന് ഇയാൾ കണ്ടെത്തിയ ഒരു മാർഗമാണ് കണ്ടെത്തിയ മാർഗമാണ് സ്ത്രീ വേഷത്തിൽ അവിടെ കയറി കൂടുക എന്നുള്ളത്. പക്ഷെ ഇതിനിടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് സ്ത്രീ വേഷത്തിലെത്തിയ ഇയാൾ ആളുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയും ആദർശിനൊപ്പം ചേർന്ന് പണപ്പിരിവ് നടത്തുകയും ചെയ്തു. ഇത് ആളുകൾക്ക് സംശയത്തിനിടയാക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു. ഇതിനിടയിൽ വൈകുന്നേരം പോലീസ് സംഘം പതിവ് പരിശോധന നടത്തുന്നതിൽ ദുരൂഹ സാഹചര്യത്തിൽ 3 പേരെ ഷാഹിദ് അലി, സ്റ്റീഫൻ, ബിനീഷ് എന്നിവരെ കണ്ടെത്തുകയും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും തൊടുപുഴ രജിസ്ട്രേഷൻ എത്തിയ വാഹനത്തിൽ നിന്നും കഞ്ചാവടക്കം കണ്ടെടുക്കുകയും ഇങ്ങനെ ഒരേ പ്രദേശത്തു നിന്നുള്ള ആളുകളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ യുവതിയെ കാണുന്നതിനും ആക്രമിക്കുന്നതിനുമാണ് താൻ എത്തിയതെന്നുള്ള കാര്യം ഈ പറയുന്ന പ്രസാദ് പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. അതേസമയത്ത് യുവതിയെ പോലീസ് വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടി തന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രസാദും സംഘവും ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ആ യുവതി പരാതിയായി പോലീസിനെ അറിയിച്ചത്. ഏതായാലും പോലീസ് ഈ പ്രതികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. JJ ആക്ട്, കുട്ടികൾക്കടക്കം ലഹരി വസ്തു വിറ്റത് NDPA ആക്ട് അനുസരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അന്യായമായി സംഘം ചേർന്ന് കുറ്റകൃത്യത്തിന് ശ്രമിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊല്ലാനാണ് എത്തിയത് എന്നുള്ളത് യുവതിയുടെ പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ സാധ്യമായ മറ്റ് വകുപ്പുകളിട്ട് പ്രതികൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. അതേസമയത്ത് ഈ വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ യുവതിയോട് ഗുരുവായൂരിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ടെമ്പിൾ പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രതികളെ സംബന്ധിച്ചുകൊണ്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇതിനോട് പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ പ്രസാദ് അടക്കമുള്ള ആളുകൾ മറ്റ് 30-ലധികം കേസുകളിൽ പ്രതികളാണ്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഈ പ്രസാദിനെ ഈ യുവതിയുമായുള്ള ബന്ധത്തെ തുടർന്ന് കുടുംബ ബന്ധത്തിലടക്കം വിള്ളലുണ്ടാവുകയും മറ്റും ചെയ്തതും യുവതി ഇയാളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തതാണ് ഈ പ്രകോപനത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ പോലീസിന്റെ വിലയിരുത്തലും നിഗമനവും. സംഭവത്തിൽ യുവതി കൊല്ലാനാണ് തന്നെ പ്രസാദ് എത്തിയതെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളും മറ്റും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം യുവതിയെ കാണാനാണ് എത്തിയത് എന്നുള്ള കാര്യം പ്രസാദ് സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾക്കൊപ്പം എത്തിയ ആളുകളെ അത്തരമൊരു ആവശ്യത്തിലാണോ കൂട്ടിക്കൊണ്ടു വന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്.